ബിരുദാനന്തര ബിരുദം എടുത്ത ആളുകളൊക്കെയാണ് ആനയുടെ പാപ്പാനായിട്ട് ഇൻ്റർവ്യൂവിന് വന്നത്. പഠിച്ച എല്ലാവർക്കും സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാന സർക്കാരിന് അത് സാധ്യമാവില്ല. ഹായ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണ ഞങ്ങളുടെ ഒരു അന്വേഷണം വിശ്വകർമ്മ സമുദായത്തിൽ കൂടെയാണ് ഉണ്ടായത്. അപ്പോൾ വിശ്വകർമ്മ സമുദായം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് എല്ലാവർക്കും ഒരു അംഗീകാരമുള്ള ഒരു സമുദായമായിരുന്നു. അപ്പോൾ നമുക്കൊരു ഗൃഹനിർമ്മാണം നടത്തുകയെന്ന് വെച്ചാൽ വിശ്വകർമാവിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളൊരു മൂത്താശാരി വന്നിട്ടാണ് സ്ഥാനനിർണ്ണയം ചെയ്യുക. നമ്മുടെ പറമ്പിൻ്റെ സ്ഥാനത്ത് എവിടെയാണ് വീട് നിൽക്കുക എന്നുള്ള സ്ഥാനം ചെയ്ത് കണ്ടു തന്നിരുന്നത് മൂത്താശാരിയായിരുന്നു. എന്നതിൻ്റെ ശേഷം അതിൻ്റെ കുറ്റി തറയ്ക്കൽ മൂത്താശാരിയായിരുന്നു. പിന്നെ അതിൻ്റെ കട്ടല, ജനല, വാതിൽ, പിന്നെ ആ വീട്ടിലേക്ക് വേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾ മുഴുവനും എണ്ണി പറയുകയാണെന്നുവെച്ചെങ്കിൽ തൈര് കടയുള്ള കടകോല്, ചിരട്ടോണ്ടുള്ള കൈലുകൾ, ഇരിക്കാനുള്ള പലക, അങ്ങനെ എല്ലാ നാനാവിധത്തിലും സാധാരണ ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ ഉപകരണങ്ങളും വിശ്വകർമ്മ ആശാരി സമുദായമാണ് ഉണ്ടാക്കി തന്നിരുന്നത്. പിന്നെ അവരുടെ ശില്പചാതുര്യമൊക്കെ കണ്ടാൽ നമ്മൾ അന്തിച്ചു പോകും. ക്ഷേത്രങ്ങൾ, 2 നിലയുള്ള ക്ഷേത്രങ്ങൾ, അതുപോലെ പള്ളികൾ, പിന്നെ വലിയ വലിയ വീടുകൾ, പിന്നെ മന, അതായത് നമ്പൂതിരി സമുദായത്തിൻ്റെ വീടിന് മന എന്നാണ് പറയുക. അതുപോലെ ഇല്ലങ്ങൾ, 4 കെട്ട്, 8 കെട്ട്, 16 കെട്ട്, അത്തരത്തിലുള്ള മേൽക്കൂരകളുള്ള വീടുകൾ, ഇതൊക്കെ ഒരു സമർപ്പണ മനോഭാവത്തിൽ ചെയ്തിരുന്നൊരു സമുദായമാണ് വിശ്വകർമ്മ സമുദായം. അപ്പോൾ ഈ വിശ്വകർമ്മ സമുദായത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊന്ന് പിന്നോട്ട് ചിന്തിച്ചാൽ ബ്രഹ്മാവ്, നമുക്കറിയാലോ ബ്രഹ്മാവ്, അങ്ങനെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ ബ്രഹ്മാവ് ത്രിശിരസ്സുള്ള ത്രികാലജ്ഞാനിയായ ബ്രഹ്മാവ്, അങ്ങനെയുള്ള വിശ്വാസം. അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ തൊഴിൽ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് വിശ്വകർമാവിനെ ഏൽപ്പിച്ച് വിശ്വകർമാവ് അത് വിശ്വകർമ്മ ആശാരിക്ക് ഭാഗം കൊടുക്കുകയാണ്. കാരണം ഓരോരുത്തരുടെയും ചുമതല കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വന്നൊരു വിഭാഗമാണ് വിശ്വകർമ്മ ആശാരി സമുദായം. അതിൽ പിന്നെ 4 തരത്തിലുണ്ട്: ആശാരി, മൂശാരി, കരുവാൻ, തട്ടാൻ. ഈ 4 വിഭാഗത്തിലുള്ള ആളുകളും ചേർന്നാലാണ് വിശ്വകർമ്മ സമുദായം പൂർണ്ണമാവുക. അപ്പോൾ ഈ ഒരു ഗൃഹനിർമ്മാണത്തിൽ തന്നെ മൂശാരിക്ക് റോളുകളുണ്ട്. മൂശാരി എന്ന് പറഞ്ഞാൽ ഓട്ടുപാത്ര നിർമ്മാണം, ഈ വീട്ടിലേക്ക് ആവശ്യമായ ഓട്ടുപാത്ര നിർമ്മാണം അവരാണ് ചെയ്തിരുന്നത്. പിന്നെ മൂശാരി കരുവാൻ വിഭാഗം, ഇരുമ്പോണ്ടുള്ള സർവ്വസാധനങ്ങളും, പൂട്ട്, വാതിലിലെ പൂട്ടൊക്കെ ആ കാലത്ത് ഈ കരുവാൻ സമുദായത്തിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ സ്വർണം, ഏറ്റവും വില കൂടിയ സ്വർണം, അന്നും ഇന്നും എന്നും വില കൂടിയ ലോഹം സ്വർണ്ണമാണല്ലോ. ആ സ്വർണം വിവിധ രൂപത്തിൽ കൈകാര്യം ചെയ്തിരുന്ന ഒരു സമുദായമാണ് തട്ടാൻ സമുദായം. എല്ലാവരുടെ കാര്യം ഇപ്പോൾ വലിയ കഷ്ടത്തിലാണ്. ഈ വിശ്വകർമ്മ സമുദായം ഇപ്പോൾ വല്ലാത്തൊരു അവഗണനയിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് തൊഴിലില്ല. വിശ്വകർമ്മ സമുദായത്തിനെ വിളിച്ചിട്ട് വീട്ടിലൊരു പണി ആരും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതര സംസ്ഥാനത്തിലുള്ള സഹോദരന്മാർ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വന്ന് നിറഞ്ഞിറക്കണം. അവർ എന്ത് തൊഴിലും ചെയ്യാൻ തയ്യാറാണ്. അവർ രാവിലെ 5 മണിക്ക് ജോലിക്ക് വരണമെച്ചാൽ അവർ തയ്യാറാണ്. പിന്നെ രാത്രി ആയാലും അവർ ജോലി നിർത്തിയിട്ട് പോകാൻ തയ്യാറല്ല. അപ്പോൾ ആ തരത്തിലാകുമ്പോൾ നമ്മൾ ഈ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരികയാണ്. പിന്നെ ഈ ഇതര സംസ്ഥാന സഹോദരന്മാർക്ക് ലീവ് തീരെ വേണ്ട. അവർ ഒരു വർഷം കൂടുമ്പോൾ ഒന്ന് നാട്ടിൽ പോയിട്ട് വരണമെങ്കിൽ ഒരു 2-3 മാസം എടുത്തിട്ട് അവർ വന്നെന്ന് വരും. ചിലപ്പോൾ അവർ വന്നില്ലാന്നും വരും. ഇവിടെ ഒരു ബാധ്യത അവരെ കൊണ്ടില്ല. നമ്മളെ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയിലാണല്ലോ നമ്മളിവിടെ കഴിയുന്നത്. അപ്പോൾ പല കാര്യങ്ങളും നമുക്കിവിടെ നമ്മുടെ ചുമതലയിൽപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ച ജോലി ചെയ്യുമ്പോൾ 1 ദിവസത്തെ അവധി നിർബന്ധമായിട്ടും വേണ്ടിവരും.
അത് കിട്ടാത്ത ഉള്ള സന്ദർഭങ്ങളും ഉണ്ടാവും, സ്വാഭാവികം. അപ്പം അങ്ങനെ ഈ അവഗണന സഹിച്ച് ഇരിക്കുന്നതിലാണ് ഇപ്പോൾ വൈവാഹിക ജീവിതത്തിലേക്ക് ഒരു വധുവിനെ കിട്ടാനുള്ള ഒരു പ്രയാസം വല്ലാതെ നേരിടുകയാണ്. അപ്പം നമ്മൾ എന്താണ് ഇങ്ങനൊരു മനോഭാവം ഉണ്ടാവാൻ കാരണം? ഇപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ ഒരു കറണ്ട് സംബന്ധമായിട്ട് ഒരു തകരാറ് വരികയാണ്, ഒരു സ്വിച്ച് കേട് വരികയാണ്. അപ്പോൾ അതിന് ഇലക്ട്രീഷ്യൻ തന്നെ വേണ്ടേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നമ്മുടെ വീട്ടിലുണ്ട് വെച്ചിട്ട് അദ്ദേഹത്തിന് ഈ ഇലക്ട്രിക്കൽ വർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതിന് ഇലക്ട്രീഷ്യൻ വേണം. പിന്നെ നമ്മുടെ വീട്ടിൽ ജലസേചനത്തിന് മുമ്പൊക്കെ നമ്മൾ പാളം കൊണ്ടും ബക്കറ്റ് കൊണ്ടൊക്കെ വെള്ളം കോരിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അതൊക്കെ മോട്ടർ സംവിധാനത്തിലാണ്. അപ്പോൾ ആ മോട്ടറിന് ഒരു കേട് പറ്റുക, അതല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെ ഒരാവശ്യം വരികയാണ്. അപ്പോൾ പ്ലംബർ വേണ്ടേ? നമ്മുടെ വീട്ടിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വെച്ചിട്ട് അദ്ദേഹത്തിന് ഈ പ്ലംബിംഗ് ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു തൊഴിലും ചെറുതായിട്ട് കാണരുത്. നമ്മൾ അങ്ങനെ ചെറുതായിട്ട് കാണുന്ന നമ്മളുടെ കണ്ണാണ് ചെറുപ്പമായിട്ട് വരിക. അപ്പോൾ അങ്ങനെ ആവരുത്. സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എല്ലാ തൊഴിലും മാന്യത ഉള്ളതാണ്, എല്ലാ തൊഴിലിലും വരുമാനമുണ്ട്. പക്ഷെ വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, സ്വാഭാവികം. പഠിച്ച എല്ലാവർക്കും സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാന സർക്കാരിന് അത് സാധ്യമാവില്ല, തരാൻ വേണ്ടി സാധ്യമാവില്ല. തൊഴിലില്ലായ്മ രൂക്ഷമായൊരു സമയമാണ് ഇപ്പോൾ. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ആനപ്പാപ്പാൻ്റെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ. ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ ബിരുദാനന്തര ബിരുദം എടുത്ത ആളുകളൊക്കെയാണ് ആനയുടെ പാപ്പാനായിട്ട് ഇൻ്റർവ്യൂവിന് വന്നത്. ഒരു 10-15 അടി ഉയരമുള്ള ഒരു തെങ്ങിൻ്റെ തടി അവിടെ സ്പെഷ്യലായിട്ട് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇറങ്ങലൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല, ഒക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ ചെറിയൊരു ജോലിക്ക് ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ വരുമ്പോൾ ഈ സാധാരണ ഇപ്പോൾ നമ്മൾ ഈ മേൽപ്പറഞ്ഞ സമുദായത്തിലെ യുവാക്കൾക്ക് ഒരു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഡിഗ്രിയോ കഴിഞ്ഞാൽ ജോലി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഈ സർക്കാർ ജോലി എല്ലാവരും കാക്ഷിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ആശ്രിത നിയമനം ഉണ്ടാവാം, പെൻഷൻ സമ്പ്രദായം ഉണ്ടാവാം. ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഈ സർക്കാർ ജോലിയുമ്പോൾ മാത്രം കണക്കിലെടുത്തിട്ട് അതായത് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ സർക്കാർ ജോലി മാത്രം ശടിച്ചു പിടിക്കുന്നത് ഈ വക കാര്യങ്ങളെ കൊണ്ടാണ്. പക്ഷെ നമ്മൾക്ക് ആയസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു 56 വയസ്സ് വരെ ഉദ്യോഗത്തിലിരുന്ന് എന്നതിന് ശേഷമല്ലേ അദ്ദേഹം വിരമിക്കുള്ളൂ. അപ്പോൾ അതുവരെ ഒരാൾക്ക് ആയസ് ഇല്ലാതെ പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ആശ്രിത നിയമനം എങ്ങനെയാണ് നടക്കുക? അപ്പോൾ മുഴുവനും നമ്മൾ ഒന്നിനും ആശ്രയിക്കാൻ പാടില്ല. നമ്മൾ പ്രാവർത്തികമായിട്ട് കാണുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത്. ഈ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഈ 4 വിഭാഗം ഉണ്ടല്ലോ, ഈ 4 വിഭാഗങ്ങൾ പരസ്പരം വൈവാഹികത്തിലേക്ക് ഏർപ്പെടുകയാണ് വെച്ചെങ്കിൽ തൊഴിലില്ലായ്മ പോലെ രൂക്ഷമായ ഒരു കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ ഈ വൈവാഹിക കാര്യങ്ങൾ. അതിനൊരു പരിധി വരെ പരിഹാരമാവുന്ന സൗഹൃദ മീഡിയ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ വിശ്വകർമ്മ സമുദായം ഇല്ലായ്മയാവുകയാണോ എന്ന് സൗഹൃദ മീഡിയ ആശങ്കപ്പെടുകയാണ്. അതിൻ്റെ ഒരു അന്വേഷണത്തിലെത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിശ്വകർമ്മ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളായിട്ട് വിശ്വകർമ്മയിലുള്ള ആളുകൾ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ടാൽ പിന്നെ വിശ്വകർമ്മയുടെ സമുദായം ക്രമേണ ഇല്ലായ്മയാവുന്നേ ഉള്ളൂ. ഒരു വിശ്വകർമ്മ യുവാവും ഒരു വിശ്വകർമ്മ യുവതി കൂടിയിട്ട് വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ടാൽ അതിൽ വരുന്ന തലമുറ വിശ്വകർമ്മയായിട്ട് തന്നെ രൂപപ്പെടും. അല്ല, ഏതെങ്കിലും ഒരാൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ സമുദായം അല്ലാതെ വരികയാണ്. അപ്പോൾ സൗഹൃദ മീഡിയ ആശങ്കപ്പെടുകയാണ്. അപ്പോൾ മഹത്തരമായൊരു സമുദായത്തിനെ നമ്മളായിട്ട് തന്നെ ഇല്ലായ്മ ചെയ്യരുത്. മഹത്തരമായൊരു സമുദായത്തിനെ നമ്മളായിട്ട് ഇല്ലായ്മ ചെയ്യരുത് എന്നാണ് സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത്. ഈ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ, ജോലിയുടെ പോരായ്മ, ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നാൽ പിന്നെ കുട്ടികൾ തന്നിഷ്ടം കാണിക്കാൻ തുടങ്ങും. അങ്ങനെ തന്നിഷ്ടം കാണിച്ചാലും ഈ സമുദായം ഇല്ലായ്മയിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥ നമ്മൾ രക്ഷിതാക്കളായിട്ട് ഉണ്ടാക്കരുതെന്നാണ് സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത്. ഈ കാലഘട്ടത്തിൽ നാനാജാതി മതസ്ഥരും വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുന്നുണ്ട്.
അപ്പോൾ സൗഹൃദ മീഡിയ ആ ഒരു രൂപത്തിലല്ല ഈ പരാമർശം ചെയ്തത്. വ്യത്യസ്ത ജാതികൾ ഈ കാലത്ത് ജാതി ചോദിക്കുന്നില്ലെന്നാണ് സോദരി ചണ്ടാല ഭിക്ഷുവിലെ ആനന്ദ ഭിക്ഷു അങ്ങനൊരു കവിത നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടായിട്ടുണ്ട്. ചണ്ടാല ഭിക്ഷുകി എന്ന് പറഞ്ഞാൽ ഒരു നീച ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ഉയർന്ന ജാതിയിൽപ്പെട്ട ആനന്ദ ഭിക്ഷു. അദ്ദേഹത്തിന് കലശലായ ദാഹം ഉണ്ടായപ്പോൾ ഈ ചണ്ടാല ഭിക്ഷു, അതായത് ഈ ചണ്ടാല സ്ത്രീ വെള്ളം കോരുമ്പോൾ ആ വെള്ളം വാങ്ങിയിട്ട് കുടിക്കുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീ അങ്ങോട്ട് ചോദിക്കുകയാണ്, അല്ലലെന്തു കഥ ഇതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നുവോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചകമിക്കുമോ ചെല്ലഴുമാര്യന്മാർ. അപ്പോൾ ആനന്ദ ഭിക്ഷു എന്താ പറഞ്ഞത്? കോപമേലരുതേ ജലം തന്നാലും ദേഷ്യപ്പെടാതെ ജലം തരിക എന്നുള്ളതാണ്. അപ്പോൾ പഴയ കാലത്തും സമത്വമുണ്ട്, അത് ഈ കാലത്തും ഉണ്ട്. അപ്പോൾ ഇത് ആർക്കും ആരേനും വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് സൗഹൃദ മീഡിയ പറഞ്ഞതല്ല. ഇപ്പം പരസ്പരം ഇഷ്ടപ്പെട്ട ആളുകൾ തമ്മിൽ വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊരു കുറ്റായിട്ടോ തെറ്റായിട്ടോ വ്യാഖ്യാനത്തിൽ എടുക്കരുത്. ഞങ്ങൾ സൗഹൃദ മീഡിയ അങ്ങനെ ഓരോ സമുദായത്തിൻ്റെ കാര്യങ്ങളും അന്വേഷിച്ചിങ്ങനെ പോകുമ്പോൾ തോന്നിയൊരു പ്രചോദനമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റു സമുദായത്തിൻ്റെ പ്രശ്നങ്ങളും അതിന് സൗഹൃദ മീഡിയയുടെ കാഴ്ചപ്പാടിലുള്ള പരിഹാരങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണും. എല്ലാവർക്കും അതുവരെ നന്ദി, നമസ്കാരം.